എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഹലോ എവ്രിവൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി. ഫാറ്റി ലിവർ എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയൊക്കെ ഫാറ്റി ലിവർ കണ്ടുപിടിക്കാം, എന്താണ് പ്രതിരോധ മാർഗം, എങ്ങനെ ചികിത്സിക്കാം തുടങ്ങിയ വിഷയങ്ങൾക്കുള്ള ഉത്തരമാണ്. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈയിടെയായി ഏറ്റവും അധികം പേരിൽ ഡയഗ്നോസ് ചെയ്യുന്ന ഒരു രോഗാവസ്ഥയാണ് ഫാറ്റി ലിവർ. ഇതുള്ളവരെ രോഗി എന്ന് വിളിക്കാൻ സാധിക്കില്ല. എങ്കിലും സൂക്ഷിച്ചില്ലെങ്കിൽ രോഗമായി തീരാനും പിന്നീട് രോഗിയായി തീരാനും സാധ്യത ഏറെയുണ്ട്. ഏറെ പ്രതിരോധ മാർഗങ്ങളുള്ള ഒരവസ്ഥയാണ് ഫാറ്റി ലിവർ. കരളിൻ്റെ പല സ്റ്റേജിലേക്കുള്ള രോഗാവസ്ഥയെ എളുപ്പം മനസ്സിലാക്കാനായി നമുക്ക് സുപരിചിതമായ ലളിതമായ ഒരു ഉദാഹരണം കൊണ്ട് കരളിനെ നമുക്ക് വിശദീകരിക്കാം. നല്ല ആരോഗ്യമുള്ള ഒരു കരൾ ഫ്രഷായി ഉണ്ടാക്കിയ വളരെ സോഫ്റ്റായ മൃദുവായ ഒരു അലുവ കഷ്ണമാണെന്ന് സങ്കല്പിക്കുക. അതിൽ എണ്ണമയം കൂടിയാൽ അതിനെ ഫാറ്റി ലിവർ എന്ന് നമുക്ക് വിളിക്കാം. ഇനി മേൽപ്പറഞ്ഞ അലുവ ഉണ്ടാക്കുമ്പോൾ അബദ്ധത്തിൽ അല്പം ചകിരി കൂടി ഉള്ളിൽ കലർന്നാൽ എങ്ങനെയായിരിക്കും? അതാണ് ഫൈബ്രോസിസ് എന്നുള്ള ഒരു രോഗാവസ്ഥ. കരൾ രോഗത്തിൻ്റെ ഒരു സവിശേഷത തുടക്കത്തിൽ മിക്കവർക്കും തന്നെ യാതൊരു വിധത്തിലുള്ള ലക്ഷണവും ഉണ്ടാകില്ല എന്നതാണ്. തുടക്കത്തിൽ മാത്രമല്ല, പലപ്പോഴും സിറോസിസ് സ്റ്റേജ് ആയിരുന്നാലും ചിലർക്ക് ബാഹ്യമായ രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടണം എന്നില്ല. മാത്രമല്ല, രക്തപരിശോധനയിൽ പ്രകടമായ മാറ്റവും ഉണ്ടാകണം എന്നും ഇല്ല. അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും ഒരാവശ്യത്തിനു വേണ്ടി ചെയ്യുന്ന സ്കാനിലും രക്തപരിശോധനയിലും കമ്പനി ആവശ്യത്തിനായി മറ്റോ ചെയ്യുന്ന ചെക്കപ്പുകളിലുമാണ് ആദ്യമായി ഈ ഒരു രോഗാവസ്ഥ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. എന്താണ് ഫാറ്റി ലിവർ രോഗം? കരളിൽ കൊഴുപ്പ് കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്. ഭക്ഷണവും മാലിന്യങ്ങളും സംസ്കരിക്കുന്നതിനുള്ള ശരീരത്തിലെ പ്രധാന അവയവമാണ് കരൾ. ആരോഗ്യമുള്ള ഒരു കരളിൽ കൊഴുപ്പ് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഒട്ടും തന്നെ അടങ്ങിയിട്ടില്ല. എന്നാൽ നിങ്ങൾ അമിതമായി മദ്യപിക്കുകയോ അമിതമായി ഭക്ഷണം കഴിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ ശരീരം കലോറിയിൽ ചിലത് കൊഴുപ്പാക്കി മാറ്റുന്നു. ഈ കൊഴുപ്പ് നിങ്ങളുടെ കരൾ കോശങ്ങളിൽ സംഭരിക്കപ്പെടുന്നു. മദ്യപിക്കുകയോ അമിതമായി ഭക്ഷണം കഴിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ കരളിൻ്റെ ആകെ ഭാരത്തിൻ്റെ 5% കൂടുതൽ കൊഴുപ്പ് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉള്ളത്. കാലക്രമേണ ഫാറ്റി ലിവർ സിറോസിസിലേക്ക് അഥവാ വടുക്കൾ അതിലേക്ക് ആ ഒരു രോഗാവസ്ഥയിലേക്ക് നയിച്ചേക്കാം. ഫാറ്റി ലിവർ രോഗത്തിന് പ്രധാനമായും 2 തരങ്ങളുണ്ട്, അല്ലെങ്കിൽ ഫാറ്റി ലിവർ രോഗത്തിനെ നമുക്ക് 2ആയി വിഭജിക്കാം. ആദ്യത്തേത് മെറ്റബോളിക് അസോസിയേറ്റഡ് ഫാറ്റി ലിവർ ഡിസീസസ്. രണ്ടാമത്തേത് മദ്യപാനവുമായി ബന്ധപ്പെട്ട ഫാറ്റി ലിവർ രോഗം. അതിൽ ഏറ്റവും ആദ്യത്തേത് മെറ്റബോളിക് അസോസിയേറ്റഡ് ഫാറ്റി ലിവർ ഡിസീസസ് ആണ്. ഇത് ഏറ്റവും സാധാരണയായ ഫാറ്റി ലിവർ ഡിസീസസ് ആണ്. ഇതിനു മുൻപ്
നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസസ് എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്. മദ്യവുമായി ബന്ധപ്പെട്ട ഫാറ്റി ലിവർ രോഗം അമിതമായ മദ്യപാനം മൂലമാണ് ഉണ്ടാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ കരളിനെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ. അമിതവണ്ണം, മദ്യപാനം, പ്രമേഹം, ഉയർന്ന കൊളസ്ട്രോൾ എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. ഈ അവസ്ഥയിൽ കരൾ വീങ്ങുകയും ഇത് സിറോസിസ് പോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളിൽ ഒരു ഹെൽത്തി ലിവറും അൺഹെൽത്തി ലിവറുമാണ് കൊടുത്തിരിക്കുന്നത്. ഹെൽത്തി ലിവറിൽ വെച്ച് നോക്കുമ്പോൾ അൺഹെൽത്തി ലിവറിൽ വരുന്ന വ്യത്യാസങ്ങൾ നമുക്ക് വളരെ വിസിബിളായി കാണാനായി സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ കാണുന്ന ചിത്രത്തിൽ കരളിലെ കോശങ്ങളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന ഫാറ്റി ലിവർ രോഗമുള്ള കരളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സാധാരണ ആരോഗ്യമുള്ള കരൾ, ആദ്യത്തേത് സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു ലിവറാണ്, കരളാണ്. രണ്ടാമത്തെ ചിത്രത്തിലെ ഫാറ്റി ലിവർ ഡിസീസസ് ഉള്ള ഒരു വ്യക്തിയുടെ കരളാണ്. എത്രത്തോളം വ്യത്യാസമുണ്ടെന്ന് നമുക്ക് ആ ചിത്രങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇനി ഫാറ്റി ലിവർ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഫാറ്റി ലിവർ രോഗം സാധാരണയായി രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നില്ല. ലക്ഷണങ്ങൾ ഉള്ള ആളുകൾക്ക് ഇവ ഉണ്ടാകാം. ക്ഷീണം അല്ലെങ്കിൽ പൊതുവെ സുഖമില്ലായ്മ തോന്നുന്നു. വയറിൻ്റെ മുകളിൽ വലതുഭാഗത്ത് വേദനയുണ്ട്. അമിതമായി ഭാരം കുറയുക. നിങ്ങൾക്ക് കൂടുതൽ ഗുരുതരമായ ഫാറ്റി ലിവർ രോഗമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങൾ ഇവയൊക്കെയാണ്. മഞ്ഞപ്പിത്തം, കണ്ണുകളുടെയും ചർമ്മത്തിൻ്റെയും മഞ്ഞ നിറം. രണ്ടാമത്തേത് ചതവ്. മൂന്നാമത്തേത് ഇരുണ്ട മൂത്രം. നാലാമത്തേത് വീർത്ത വയർ. അഞ്ചാമത്തേത് രക്തം ഛർദ്ദിക്കുക. ആറാമത്തേത് കറുത്ത മലം. ഏഴാമത്തേത് ചൊറിച്ചിൽ, തൊലിപ്പുറത്ത് ചൊറിച്ചിൽ നമുക്ക് കാണാനായി സാധിക്കുന്നു. ഫാറ്റി ലിവർ രോഗത്തിന് കാരണമാകുന്നത് എന്താണ്? ഫാറ്റി ലിവർ രോഗം സാധാരണയായി ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നിരവധി ഘടകങ്ങൾ മൂലമാണ് ഉണ്ടാകുന്നത്. ഫാറ്റി ലിവറിൻ്റെ ഏറ്റവും സാധാരണമായ കാരണങ്ങൾ ചുവടെ ചേർക്കുന്നു. ആദ്യത്തേത്, പ്രത്യേകിച്ച് വയറിനു ചുറ്റും അമിതഭാരമോ പൊണ്ണത്തടിയോ ഉണ്ടാകുന്നത്. ടൈപ്പ് 2 പ്രമേഹം അല്ലെങ്കിൽ ഇൻസുലിൻ പ്രതിരോധം ഉള്ളത്. മൂന്നാമത്തേത്, ഉയർന്ന രക്തത്തിലെ കൊഴുപ്പ്, കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഉയർന്ന ട്രൈഗ്ലിസറൈഡുകൾ. നാലാമത്തേത്, അമിതമായ മദ്യപാനം. ഫാറ്റി ലിവറിൻ്റെ അപൂർവ കാരണങ്ങൾ താഴെ പറയുന്നു. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം, ചില മരുന്നുകളുടെ ഉപയോഗം. മൂന്നാമത്തേത്, പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം PCOS. ചിലരിൽ ഗർഭകാലത്തും ഫാറ്റി ലിവർ ഉണ്ടാകാം. അക്യൂട്ട് ഫാറ്റി ലിവർ ഓഫ് പ്രഗ്നൻസി, ഇതൊരു അപൂർവ സങ്കീർണതയാണ്. ഇത് 3-ാം ത്രിമാസത്തിലോ ജനനത്തിൻ്റെ തൊട്ട് പിന്നാലെയോ സംഭവിക്കാം. ഞാൻ എപ്പോഴാണ് എൻ്റെ ഡോക്ടറെ കാണേണ്ടത്? ഫാറ്റി ലിവർ രോഗം പലപ്പോഴും വ്യക്തമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നില്ല. അതിനാൽ ഒരു പതിവ് പരിശോധനയിൽ കരൾ പ്രശ്നത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് വരെ നിങ്ങൾക്കതുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. കൂടുതൽ ഗുരുതരമായ കരൾ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ നിങ്ങൾ ഡോക്ടറെ കാണുക, മരുന്നുകൾ തുടരുക. ഫാറ്റി ലിവർ രോഗത്തിന് എങ്ങനെയാണ് ചികിത്സ നൽകുന്നത്?
നിങ്ങളുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുന്നത് ഫാറ്റി ലിവറിനെ മെച്ചപ്പെടുത്തുകയും അത് പഴയപടിയാക്കുകയും ചെയ്യും. നിങ്ങൾക്ക് MAFLD ഉണ്ടെങ്കിൽ ഇനി പറയുന്നവ ചെയ്യാൻ നിങ്ങളെ ഉപദേശിക്കും. ആരോഗ്യകരമായ ഭക്ഷണക്രമം പിന്തുടരുക. പഞ്ചസാര ഒഴിവാക്കുക. ഭാരം കുറയ്ക്കുക. പതിവായി വ്യായാമം ചെയ്യുക. നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുക. ഉയർന്ന കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ചികിത്സിക്കുക. നിങ്ങളുടെ കരളിനെ ബാധിക്കുന്ന മരുന്നുകൾ കഴിവതും ഒഴിവാക്കുക. മദ്യം കഴിക്കരുത്, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം കുടിക്കുക. പുകവലി അല്ലെങ്കിൽ വാപ്പിംഗ് ഉപേക്ഷിക്കുക. നിങ്ങളുടെ ഫാറ്റി ലിവർ മദ്യം മൂലമാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മദ്യം ഉപേക്ഷിക്കുക എന്നതാണ്. ഇത് കൂടുതൽ ഗുരുതരമായ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ തടയാൻ കാരണമാകും. ഫാറ്റി ലിവർ രോഗത്തിൻ്റെ സങ്കീർണതകൾ എന്തൊക്കെയാണ്? ഫാറ്റി ലിവർ രോഗമുള്ളവർക്ക് ഇനി പറയുന്ന കാര്യങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹൃദയ പ്രശ്നങ്ങൾ, സ്ട്രോക്ക്, വൃക്ക രോഗം. നിങ്ങളുടെ കരളിലെ അധിക കൊഴുപ്പ് കരൾ വീക്കം ഉണ്ടാക്കുന്നു. ഇത് കരളിൻ്റെ ഫൈബ്രോസിസ് ഉണ്ടാക്കുന്നു. ഇത് സിറോസിസിലേക്ക് നയിച്ചേക്കാം. ഇത് കരൾ ക്യാൻസറിലേക്കും നയിച്ചേക്കാം. ചില ആളുകൾക്ക് കരൾ മാറ്റിവെക്കൽ ആവശ്യമായി വരികയും ചെയ്യും. ഫാറ്റി ലിവർ രോഗം തടയാൻ കഴിയുമോ? ഫാറ്റി ലിവർ രോഗം തടയുന്നതിന് ഈ അവസ്ഥയിലുള്ള ആളുകൾക്ക് നൽകുന്ന അതേ ജീവിതശൈലി ഉപദേശങ്ങൾ പാലിക്കുക. അവ ഇതിൽ ഉൾപ്പെടുന്നു. ചുവടെ ചേർക്കുന്നു. പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും ആരോഗ്യകരമായ കൊഴുപ്പുകളും അടങ്ങിയ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക. ആരോഗ്യകരമായ രീതിയിൽ ശരീരഭാരം നിലനിർത്തുക. മദ്യം തീരെ കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം കുടിക്കുക. ആഴ്ചയിൽ മിക്ക ദിവസങ്ങളിലും ശാരീരികമായി സജീവമായിരിക്കുക. നിങ്ങൾ പതിവായി വ്യായാമം ചെയ്യുന്നില്ലെങ്കിൽ ആദ്യം നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കുക. ഫാറ്റി ലിവർ എന്ന രോഗാവസ്ഥയെക്കുറിച്ചായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. രോഗാവസ്ഥയുടെ എല്ലാ തരത്തിലുമുള്ള സംവിധാനങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കണ്ടു. നമ്മുടെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പതിവ് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. ഒത്തിരി ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ മെച്ചപ്പെട്ട പുതിയൊരു വിഷയവുമായി ഉടനെ തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.